ഗണപതയേ നമഃ. ഓം നമഃ ശിവായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശക്തി പരാശക്തി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ. ഇന്ന് നാരായണീയത്തിൻ്റെ ദശകം 58 വായിക്കാൻ പോണത്. ഋതുവർണ്ണനാണ് പറയാൻ പോണത്. ഇപ്പം ലൈവിൽ ആരെങ്കിലും ഉണ്ടോ? ആരെയും കാണുന്നില്ല. ഞാനീ മാത്രം വന്നിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഇനി വരുമായിരിക്കും അല്ലേ? എന്താ ചൂടല്ലേ കൃഷ്ണ. അപ്പോൾ നമ്മുടെ പ്രകൃതിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഭഗവാനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. ദശകം 58 ഋതുവർണ്ണനമാണ് വായിക്കാൻ പോകുന്നത്. ഹായ്. ഹരേ കൃഷ്ണ. ത്വയി വിഹരണലോലേ ബാലജാലേഹ പ്രലംബ്ര പ്രമദനാ സവിളംബേ ദേനവഃ സ്വൈരചാരഃ തൃണക്കുതുകനിവിഷ്ടാ ദൂരദൂരം ചരന്ത്യാ കിമപി വിപിനമൈഷീകാഖ്യ മീശാംബഭൂഹ. അല്ലയോ ഭഗവാനെ, അവിടുന്ന് ഗോപബാലകന്മാരോടൊപ്പം കേളികളാടിയും പ്രലംബവധത്തിനായി കാത്തു നിൽക്കുകയും ചെയ്ത നേരം ഗോക്കൾ നിയന്ത്രിക്കാൻ ആളില്ലാതെ പുല്ല് തിന്നാനുള്ള കൗതുകത്താൽ വളരെ ദൂരം പോയി ഐശീകം എന്നു പേരായ കാനനത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഭഗവാൻ ഐശീകം എന്ന് പറയുന്ന കാനനത്തിൽ എത്തിച്ചേരുകയാണ്. അനധിഗത നിധാഗക്രൗര്യ വൃന്ദാവനാന്താദ് ബഹിരിതമുപയാതഃ കാനനം ദേനവസ്തഃ. തവ വിരഹ വിഷണ്ണാം ഊഷ്മള ഗ്രീഷ്മതാപാ പ്രസര വിസരദംഭസ്യാകുലാഃ സ്തംഭമാപൂഹ. വേനലിന്റെ കാഠിന്യം എത്തിച്ചേരാത്ത വൃന്ദാവനത്തിന്റെ പുറത്തുള്ള ഈ കാനനത്തിൽ എത്തിച്ചേർന്ന ഗോക്കളാകട്ടെ അവിടുത്തെ പിരിഞ്ഞു നിൽക്കുന്നതിലുള്ള വിഷാദത്തിലും വേനലിന്റെ കടുത്ത ചൂടിനാൽ വർദ്ധിച്ച ദാഹത്താലും അനങ്ങാൻ പോലും ആകാത്ത സ്ഥിതിയിലെത്തി. അപ്പോ ഭഗവാനെ കാത്തു നിൽക്കുന്ന ആ ഗോപബാലന്മാരൊക്കെ ഇല്ലേ, അവരാ കനത്ത ചൂടില് ഭഗവാനെ കാത്തു നിൽക്കുകയാണ്. അത്രയും കനത്ത ചൂടാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ആയാലും ഇപ്പം എന്താണ്, കനത്ത ചൂടാണല്ലേ. കനത്ത ചൂടാണ്. നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ കഴിയുന്നില്ല മനുഷ്യർക്ക്. അത്രയും ചൂട്, അത്രയും ഒരു കാലാവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുപോലെയുള്ളൊരു കനത്ത ചൂടാണ് ഇവിടെ ഗോക്കൾക്കും അതുപോലെ ബാലകന്മാർക്കും അനുഭവപ്പെടുന്നത്. തദനു സഹസഹയായർദൂരമനീശ്വശൗരേ ഗളിത സരണി മുജാരണ്യ സഞ്ജാതകേദം പശുകുലമഭിവീഷ്യ ക്ഷിപ്രമാനേതുമാരാത് ത്വയി ഗതവതി ഹി ഹി സർവദോ വഗ്നിർ ജജംഭ്രേ. അല്ലയോ ശൗരേ, അവിടുന്ന് കൂട്ടുകാരോടൊപ്പം അന്വേഷിച്ച് ദൂരെ വഴിതെറ്റി പുൽക്കാട്ടിലെത്തിയത് മൂലം ദുഃഖിച്ചു നിൽക്കുന്ന ഗോക്കളുടെ കൂട്ടത്തെ കണ്ടെത്തി. അവയെ പെട്ടെന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ അവിടുന്ന് അവയെ സമീപിക്കവേ കഷ്ടം കഷ്ടം, എല്ലായിടത്തും കാട്ടുതീ ആളിക്കത്തി. അപ്പോൾ ഭഗവാൻ എന്താണ്, ആ ഗോക്കളെയൊക്കെ ആ ചൂടിൽ നിന്ന് ഇങ്ങനെ വിഷമിച്ച് ചൂടിൽ നിൽക്കുന്ന ആ ഗോക്കളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ വരുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നേ? കാട്ടുതീ ഇങ്ങനെ ആളിപ്പടരുകയാണ്. അപ്പൊ ഇവിടെയും എന്താണ് സംഭവിക്കുന്നത്? കാട്ടുതീ ആളിപ്പടരുന്ന പോലെ ചൂട് അനുഭവപ്പെടുകയാണ്.
അല്ലേ? അത് എന്തുകൊണ്ടാണ് നമുക്ക് പ്രകൃതിയിൽ ആയാലും ഇങ്ങനെയുള്ള ചൂട് കാലാവസ്ഥകൾ ഇങ്ങനെ മാറി മാറി വരുന്നത്? നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് പല ദോഷങ്ങളുണ്ടല്ലേ? പലതരത്തിലുള്ള എന്താ പറയാ, തെറ്റുകൾ ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള ദോഷങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ദോഷങ്ങൾ, ഈ തെറ്റുകളെല്ലാം കൂടിക്കൂടി വർദ്ധിച്ചു വരുമ്പോഴാണ് പ്രകൃതിയിൽ ഇങ്ങനെയുള്ള ചൂടുകളും കാലാവസ്ഥ വ്യതിയാനങ്ങളും മാറ്റങ്ങളും ഒക്കെ സംഭവിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതുപോലെ ഇവിടെയും എന്താണ്, കാട്ടുതീ ആളിപ്പടരുകയാണ്. സകല ഹരിതി ദീപ്തേ ഘോരഫാങ്കാരഭീമേ ശിഖിനി വിഹിത മാർഗ അർദ്ധദ്ദാ ഇവാർത്തഃ അഹഹ ഭുവനബന്ധോ പാഹി പാഹീതി സർവേ ശരണമുപഗതാസ്ത്വാം താപഹർത്താരമേകം. ഘോരമായ ഫാം എന്ന ശബ്ദത്തോടെ അഗ്നി ചുറ്റും പടർന്നപ്പോൾ വഴിയടഞ്ഞു പോയി. പകുതി വെന്ത മട്ടിൽ ആർത്തന്മാരായി എല്ലാവരും അയ്യയ്യോ ലോകബന്ധുവായ ഭഗവാനെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് വിളിച്ചുകൊണ്ട് എല്ലാ താപങ്ങളെയും നശിപ്പിക്കുന്ന ഒരേ ഒരു ആശ്രയമായ അവിടത്തെ ശരണം പ്രാപിച്ചു. അപ്പോൾ ഭഗവാനെ ശരണം പ്രാപിക്കുന്നവരെ ഭഗവാൻ ഒരിക്കലും കൈവിടുകയില്ല. അതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഈ എന്താ പറയുക, ഈ അഗ്നി ഇങ്ങനെ ആളി പടരുമ്പോൾ എല്ലാവരും ഓടി ഭഗവാന്റെ അടുത്തേക്ക് വരികയാണ്, ഭഗവാനിൽ അഭയം പ്രാപിക്കുകയാണ്. അവസാനം നമുക്ക് ഭഗവാൻ മാത്രമേ കാണുകയുള്ളൂ. അവസാനം നമ്മൾ എത്രയൊക്കെ അഹങ്കരിച്ചാലും, എത്രയൊക്കെ നമ്മൾ എന്തൊക്കെ വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചാലും, എത്രയൊക്കെ നമ്മൾ നല്ലവരെ മനുഷ്യരെ ഇതാക്കാൻ നോക്കിയാൽ, എന്ത് ചെയ്താലും അവസാനം ഭഗവാന്റെ ആ കാൽക്കീഴിൽ തന്നെ നമ്മൾ എല്ലാവരും വന്നടിയും. ഭഗവാന്റെ ഭക്തരുടെ കാൽക്കീഴിൽ തന്നെ വന്നടിയും, അല്ലെങ്കിൽ ഭഗവാനിൽ തന്നെ വന്ന് വീഴുമെന്നുള്ള സത്യമാണ് ഇവിടെ നമുക്ക് കാട്ടിത്തരുന്നത്. ആലമലമതിഭീത്യാ സർവദോ മീലയദ്വം ദൃശമിതി തവ വാചാ മീലിതാക്ഷേഷു തേഷു കൊനുദവ ദഹനോ വസൗ കുത്രമുജ്ജാടവീസാ സപദിവ വൃതിതരേ തേ ഹന്ത പാണ്ഡീരദേശേ. കൂടുതലായി ഭയപ്പെടേണ്ടതില്ല, എല്ലാവരും കണ്ണടച്ചോളൂ എന്ന അവിടത്തെ വാക്ക് കേട്ട് എല്ലാവരും കണ്ണടച്ചു. അപ്പൊ എല്ലാവരും ഭഗവാന്റെ വാക്ക് കേട്ട് കണ്ണുകൾ ഇങ്ങനെ അടയ്ക്കുകയാണ്. അവരെല്ലാം പെട്ടെന്ന് പഴയതുപോലെ ഫാണ്ഡീവര വൃക്ഷത്തിനടുത്ത് തന്നെ ഇരിക്കുന്നതായി കാണപ്പെട്ടു. ആ പുൽക്കാട് എവിടെ? ആ കാട്ടുതീ എവിടെ? അപ്പോ ഭഗവാൻ നോക്കണേ, ഭഗവാൻ അപ്പോൾ ആ ഗോപന്മാരോട് എല്ലാവരോടും പറയുകയാണ്, നിങ്ങളുടെ കണ്ണുകൾ ഇങ്ങനെ അടയ്ക്കുക. അങ്ങനെ അവരെല്ലാവരും ആ കണ്ണുകൾ ഇങ്ങനെ അടയ്ക്കുകയാണ്. കണ്ണടച്ച് നിമിഷ നേരം കൊണ്ട് തുറന്നു നോക്കുമ്പോൾ അവിടെ കാട്ടുതീയുമില്ല, ഒന്നുമില്ല. മഹാ അത്ഭുതം തന്നെ, ഭഗവാൻ ആ കാട്ടുതീ എല്ലാം ഇല്ലാതാക്കുകയാണ്. ജയ ജയ തവ മയാ കേയമീശേതി തേഷാം നൂതിഫിരുദിതഹാസോ ബന്ധനാനാവിലാസഃ പുനരഭിവിപിനാന്തേ പ്രാചരഃ പാടലാദി പ്രസവനികരമാത്രഗ്രാഹ്യ കർമാനുഭാവേ. ഭഗവാനെ വിജയിച്ചാലും അവിടുത്തെ ഈ മായ എന്തുമാത്രം അത്ഭുതകരമാണ് എന്നീ പ്രകാരമുള്ള അവരുടെ സ്തുതികൾ കേട്ട് അവിടുന്ന് മന്ദഹസിച്ചു. വേനൽക്കാലത്ത് മാത്രം പുഷ്പിക്കുന്ന പാതിരി തുടങ്ങിയ മരങ്ങളുടെ പൂക്കൾ കാണുമ്പോൾ മാത്രം വേനൽക്കാലം എത്തി എന്നറിയുന്ന, അതായത് വൃന്ദാവനത്തിനുള്ളിൽ എല്ലാ കാലത്തും വസന്തകാലം പോലെ തന്നെ സുഖശീതളിമ നിറഞ്ഞ അവസ്ഥയാണ്. അതിനാൽ വേനലെത്തിയെന്ന് ഇത്തരം പൂക്കൾ കണ്ട് തിരിച്ചറിയേണ്ട അവസ്ഥയാണ് അവിടെ ഉള്ളത്. ആ കാടിനുള്ളിൽ പലതരത്തിലുള്ള ലീലകളോടുകൂടിയ അവിടുന്ന് വിഹരിച്ചു. അപ്പോൾ ഭഗവാന്റെ ധാമത്തിൽ എന്താണ്, എപ്പോൾ നോക്കിയാലും എന്താ തണുത്ത കാലാവസ്ഥയാണ്. അപ്പൊ അവിടെ വേനൽ വന്നാൽ അറിയുകൂടിയില്ല. വേനൽ വന്നാൽ അറിയണമെങ്കിൽ ഈ ഇത്തരം പുഷ്പങ്ങൾ കാണുമ്പോഴാണ് ഇവിടെ വേനൽ സമയമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. തൊയി വിമുഖമിമോചൈസ്താവപാരം വഹന്തം തവ ഭജനവന്ദദഃ പങ്കമുച്ചോഷയന്തം തവ ഭുജവദുച്ഛൻ തേജഃ പ്രവാഹം തവ സമയമനൈഷീർ യാമുനേഷു സ്ഥലേഷു. അങ്ങയിൽ നിന്ന് മുഖം തിരിച്ചവൻ എന്ന പോലെ, അതായത് ഭക്തി ഇല്ലാത്തവനെ പോലെ കടുത്ത താപഭാരത്തെ വഹിക്കുന്നവനും
അവിടത്തെക്കുറിച്ചുള്ള ഭജനം പോലെ ഉള്ളിലെ മാലിന്യങ്ങളെ ഉണക്കിക്കളയുന്നതും അവിടത്തെ ഭുജം പോലെ തേജോ പ്രവാഹമാർന്നതുമായ വേനൽക്കാലത്തിൽ അവിടുന്ന് യമുനാ തീരങ്ങളിൽ കഴിച്ചുകൂട്ടി. അപ്പോൾ ഭഗവാൻ എന്താ ചെയ്യുന്നത്? ആ വേനൽക്കാലത്ത്, ആ ചൂടുള്ള സമയത്ത് യമുനാ തീരത്ത് പോയി വിഹരിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. നമ്മളും അതുപോലെയല്ലേ? നമുക്ക് ഇപ്പോൾ ഈ കാലാവസ്ഥ സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഓരോ നദീതടത്തിലും ഓരോ വെള്ളച്ചാട്ടവും പൂള് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നമ്മൾ കുളിക്കാൻ നോക്കുക അല്ലേ? അതുപോലെ ഭഗവാനും ഭഗവാന്റെ ഗോപി ഗോപന്മാരും എല്ലാം എവിടെയാണ് പോകുന്നത്? ആ യമുനാ തീരത്തിൽ പോയി അഭയം പ്രാപിക്കുകയാണ്. അപ്പോൾ യമുനാ നദിക്ക് അത്രയും പ്രാധാന്യമാണ് ഭഗവാന്റെ ഇതിൽ യമുനാ നദിക്ക് അത്രയും പ്രാധാന്യമാണ്. അങ്ങനെ ആ യമുനയിൽ പോവുകയാണ് ഭഗവാനും ഭഗവാന്റെ ഗോപന്മാരും എല്ലാവരും ആ യമുനാ തീരത്തേക്ക് പോവുകയാണ്. തദനു ജലദജാലൈസ്ത്വദ്വാപുസ്തുല്യപാപിർ വികസതമല വിദ്യുത് പീതവാസോ വിലാസൈഃ സകല ഭുവനപാചാം ഹർഷതാം വർഷവേലാം ശിതിധര കുഹരേഷു സ്വൈരവാസീ വ്യനൈഷീഃ. അവിടുത്തെ തിരുവിടലിന് തുല്യമായ കാന്തിയുള്ളതും അവിടുത്തെ മഞ്ഞപ്പട്ടിന്റെ വികസിതമായ വിദ്യുത് പ്രഭാവം പോലെ ചന്തമാർന്നതുമായ കാർമേഘങ്ങളാൽ സകല ജീവജാലങ്ങൾക്കും ആഹ്ലാദം പകരുന്ന മഴക്കാലം അവിടുന്ന് പർവ്വത ഗുഹകളിൽ സ്വൈരമായി കഴിഞ്ഞു. അപ്പോൾ മഴക്കാലം വരട്ടെ. മഴക്കാലം വരുന്ന സമയത്താണെങ്കിൽ ഭഗവാൻ എന്താ ചെയ്യുന്നേ? അവിടുത്തെ അവിടെ പർവ്വതങ്ങളുണ്ട്. അപ്പോൾ ആ പർവ്വതങ്ങളിൽ പോയി ഭഗവാൻ അഭയം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. കുഹരതല നിവിഷ്ടം ത്വാം ഗരിഷ്ടം ഗിരീന്ദ്രഃ ശിഖികുലനവകേകാകുഹുയിഃ സ്തോത്രകാരീഃ സ്ഫുടകുട ജഗദംബസ്തോമ പുഷ്പാഞ്ജലിം ച പ്രവിദദനദുഫയജേ ദേവാ ഗോവർദ്ധനോ വസൗ. അല്ലയോ ഭഗവാനെ, ഗോവർദ്ധനത്തിന്റെ ഗുഹയ്ക്കുള്ളിൽ എഴുന്നള്ളിയ മഹാനായ അങ്ങയെ ആ പർവ്വതശ്രേഷ്ഠൻ മയിലുകളുടെ കേകാരവത്താൽ ആഹ്ലാദത്തോടെ സ്തുതിച്ചുകൊണ്ടും വിടർന്ന കുടകപാലപ്പൂക്കളാലും കദംബ പുഷ്പങ്ങളാലും പുഷ്പാഞ്ജലി ചെയ്തുകൊണ്ടും സേവിച്ചു. അപ്പോ ഭഗവാനെ എന്താ പറയാ? ഭഗവാനെ അവിടെ സേവിക്കുകയാണ്. ആ പർവ്വതശ്രേഷ്ഠൻ ആ പർവ്വതത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ വീഴുന്ന ആ പുഷ്പങ്ങൾ കൊണ്ട്, അങ്ങനെ ആ പർവ്വതത്തിൽ തന്നെ ആ മയിലുകളുടെ കേകാരവങ്ങൾ കൊണ്ട് എല്ലാം ഭഗവാനെ അവിടെ പൂജിക്കുകയാണ്, ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അധശരതമുപേതാം താം പവത്വത്തചേതോ വിമല സലില പൂരാം മാനയൻ കാനനേഷുഃ തൃണമമലവനാന്തേ ചാരു സഞ്ചാരയൻ ഗാഃ പവനപുരപദേ ത്വം ദേഹി മേ ദേഹസൗഖ്യം. പിന്നെ വന്നു ചേർന്നതും തന്റെ ഭക്തന്മാരുടെ ചേതസ് പോലെ നിർമ്മലമായ ജലപ്രവാഹത്തോട് കൂടിയതുമായ ആ ശരത്കാലത്തെ അവിടുന്ന് കാനനത്തിൽ നടന്ന് ആസ്വദിക്കുന്നവനായി. നിർമ്മലമായ കാനനത്തിൽ ഗോക്കളെ നന്നായി മേയ്ക്കുന്ന ഗുരുവായൂരപ്പ, അടിയന് ദേഹസൗഖ്യം നൽകണമേ. അപ്പോ ഭഗവാൻ, ആ ഗോക്കളെ മേയ്ക്കുന്ന ഭഗവാനെ, അടിയന് ദേഹസൗഖ്യം നൽകണേ എന്ന് ഇവിടെ പറയുകയാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദശകം 59 വേണുഗാനമാണ്. നമ്മളെല്ലാവരും ഭഗവാന്റെ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലികാലത്തിൽ നമുക്ക് ഭഗവാന്റെ നാമമാണ് എപ്പോഴും നമ്മൾ ജപിക്കേണ്ടത്. ഭഗവാന്റെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മറ്റെല്ലാ മന്ത്രങ്ങളും ജപിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു മന്ത്രം കൂടി നമ്മൾ ജപിക്കണം. അതുപോലെ തന്നെ ഭഗവാന്റെ ഭക്തിയിലോട്ടും കൂടി നമ്മൾ വരിക എന്നുള്ളതാണ്. ഇപ്പോൾ പല ഭക്തർ കാണും, എല്ലാം ഭഗവാന്റെ അംശങ്ങൾ തന്നെയാണ്. അപ്പം എല്ലാവരും ഭഗവാനെയും കൂടി കൃഷ്ണനെയും കൂടി വിളിക്കുക എന്നുള്ളതാണ്. ഈ കലികാലത്തിൽ നമുക്ക് രക്ഷ നേടണമെങ്കിൽ ഭഗവാനെ വിളിക്കുക. അതുപോലെ എനിക്ക് എൻ്റെ ബന്ധുക്കളിൽ കുറേ പേര് ഇതിൽ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോടും കൂടി എനിക്ക് പറയാനുള്ളതാണ്. കാരണം എൻ്റെ ബന്ധുക്കൾ എന്ന് പറയുന്ന അവരുടെ വീട്, എൻ്റെ അമ്മയുടെ സ്ഥലം
അവിടെ കൃഷ്ണൻ കോവിലാണ്, കൃഷ്ണ ക്ഷേത്രമാണ്. അതിൻ്റെ തൊട്ട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് അടുത്ത് തന്നെയാണ് വീടുകളൊക്കെ വരുന്നത്. അപ്പോൾ കണ്ണേറ്റ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറയും. അപ്പോൾ അവിടെ നമ്മുടെ എല്ലാം ഇപ്പം അമ്മമാരായാലും മുതേമ്മയായാലും കുഞ്ഞമ്മയായാലും എൻ്റെ അമ്മയായാലും എല്ലാം അവിടെ തന്നെ ജനിച്ചു വളർന്നതാണ്. അപ്പോൾ അവിടുത്തെ കൃഷ്ണക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും കല്യാണം കഴിഞ്ഞത് അവിടുത്തെ കൃഷ്ണക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. അപ്പം അതിൻ്റെ ഒരു അനുഗ്രഹമൊക്കെ കൊണ്ടായിരിക്കാം എനിക്ക് ഒരു ഭഗവാന്റെ ഒരു ഭക്തിയിൽ കൂടുതൽ ആ ഒരു ഇതിലോട്ട് വന്നത്. എന്നാൽ എൻ്റെ വീട്ടിൽ വരുമ്പോൾ അച്ഛൻ്റെ അവിടെ അടുത്ത് ദേവീക്ഷേത്രമാണ്. അപ്പോൾ അതിൻ്റെ ദേവീക്ഷേത്രം ഉണ്ട്. അതിൻ്റെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ പുറകിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. അപ്പോൾ എല്ലാവരും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും പോവാം, കൃഷ്ണൻ്റെ അമ്പലത്തിലും പോവാം. കാരണം നമുക്ക് കലികാലത്തിൽ നമ്മളെ കൂടുതൽ രക്ഷിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ കലികാലത്തിൽ നമുക്ക് കൂടുതൽ ഈ എന്താ പറയുക, കലികാലത്തിൽ നമുക്ക് കലി എല്ലാവർക്കും ബാധിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ദേഷ്യപ്പെട്ട് അങ്ങനെ ഒരു രീതിയിൽ പോകാൻ കഴിയില്ല. അപ്പോൾ കലികാലത്തിൽ നമുക്ക് കുറച്ചുകൂടി സൗമ്യമായിട്ട് പോയാൽ മാത്രമേ, ഇപ്പം ദേവിയായാലും ശിവനായാലും ചിലപ്പോൾ ഇടയ്ക്ക് ദേഷ്യം വരുന്ന ആ ഒരു ഇത് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പം ശിവഭക്തരായാലും നമ്മൾ കൃഷ്ണനെയും കൂടെ ഭജിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോളിങ് പവർ, അത് സത്യമാണ് കേട്ടോ, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അത് നമുക്ക് കൂടുതലായിട്ട് കിട്ടും. അപ്പം കലികാലത്തിൽ നമുക്ക് ഒരാൾ നമ്മളോട് കടിച്ചു കീറി ദേഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ദേഷിച്ച് നമ്മളടുത്ത് വരുമ്പോൾ നമ്മൾ തിരിച്ചും ദേഷിക്കുക വെച്ചാൽ അത് നമുക്ക് കൂടുതൽ പ്രശ്നമുണ്ടാകും. അപ്പം നമ്മൾക്ക് കുറച്ച് കൺട്രോളിങ് പവർ വന്നിട്ട് ആ ദേഷ്യം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഭഗവാന്റെ ഭക്തിയിലോട്ട് വരുമ്പോൾ അത് കൂടുതൽ നമുക്ക് കിട്ടും. അങ്ങനെ വരുമ്പോൾ നമുക്കത് ഒരു കൺട്രോളിങ് പവറിൽ ആ ഒരു ലെവലിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. അത് ഈ കലികാലത്തിൽ ഞാൻ പറയണ ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതുകൊണ്ടാണ് കൂടുതലും ഞാൻ പറയുന്നത് എല്ലാവരോടും ഭഗവാനെയും കൂടെ ഭജിക്കണം, കൃഷ്ണഭക്തിയിൽ കൂടെ വരണം, കൃഷ്ണഭക്തിയിൽ വരണം, ഭഗവാന്റെ നാമങ്ങൾ പറയണം എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. അതുപോലെ തന്നെ രാധാറാണിയും ശ്രീകൃഷ്ണ ഭഗവാനും. അപ്പം നമ്മൾ രാധാകൃഷ്ണന്മാരെ ഭജിക്കുന്നതിലുള്ള നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ്, ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതിൽ വരുമ്പോൾ നമുക്ക് കൂടുതൽ ഭഗവാന്റെ ആ ഒരു ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ആ ഭഗവത്ഗീതയൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു നോളജ്, ആ ഒരു ഇത് കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. നമുക്ക് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലികാലത്തിൽ ജീവിച്ചു പോകുന്ന പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ തന്നെ ഓരോരുത്തടുത്ത് സൂയിസൈഡ്സ് ഒരുപാട് നടക്കുന്നുണ്ട്, അതുപോലെ കൊലപാതകങ്ങൾ, അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം കിട്ടുന്നതാണ് ഭഗവാനിലും കൂടെയുള്ള ഒരു അഭയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കൂടുതലായിട്ടും ഇപ്പോൾ ദേവി മഹാത്മ്യത്തിൽ, അതുപോലെ ശിവപുരാണത്തിൽ എല്ലാം സജസ്റ്റ് ചെയ്യുന്നുണ്ടോ, ആ ഭഗവാനിലുള്ള ഭക്തിയും സജസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ തിരിച്ചും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പം നമുക്ക് എല്ലാം വേണം. നമ്മൾ ഹിന്ദുസത്തിൽ വരുമ്പോൾ നമുക്ക് എല്ലാം വേണം, എങ്കിലും നമുക്ക് ആ ഒരു ലെവൽ, ആ ഒരു ബാലൻസ് നമുക്ക് കീപ്പ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഭദ്രകാളിയെ പൂജിക്കുന്നവരുണ്ട്. അപ്പം ദേവി എന്ന് പറഞ്ഞ ശക്തിയാണ്. അപ്പം ദേവി നമുക്ക് നല്ല പ്രൊട്ടക്ഷനാണ്. അതുപോലെ തന്നെ ദേവി നമുക്ക് നല്ല പ്രൊട്ടക്ഷനാണ്, നമുക്ക് നല്ല ഐശ്വര്യമാണ്, എല്ലാമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കൃഷ്ണനെയും കൂടെ ഭജിക്കാൻ നമുക്ക് കുറച്ച് കൺട്രോളിങ് പവറും കൂടി കിട്ടും. അപ്പം നമുക്ക് എല്ലാം വേണം. മനസ്സിലായി? അതുകൊണ്ടാണ് പറയുന്നത് ഭഗവാനെയും കൂടെ ഭജിക്കുക. നിങ്ങൾ ഏത് ഭക്തരാണ് എന്നുള്ളതിലല്ല, ഏത് ഭക്തിയിലായിരുന്നാലും ഭഗവാനിലും കൂടി ഒരു അഭയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഭഗവാനെയും കൂടെ ഭജിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. കൂടുതലും നമുക്ക് കലികാലത്തിൽ ഈ നാമമാണ്, ഹരേ കൃഷ്ണ നാമമാണ്, ഹരേർ നാമ മാത്രമാണ്. അപ്പം അതുകൊണ്ടാണ് കൂടുതലും പറയുന്നത്. അപ്പം നമുക്ക് ആ ഒരു കൺട്രോളിങ് പവർ, നമ്മളെ നേർവഴിക്ക് നയിക്കുന്ന ഭഗവാൻ അത്രയും കാരുണ്യവാനാണ്. അപ്പം ആ ഒരു നേർവഴിക്ക് നയിക്കുന്നത്, അതിനും എല്ലാത്തിനും നമുക്ക് ഉത്തമമാണ് ഈ ഒരു കൃഷ്ണഭക്തി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നത്. അടുത്തത് നമുക്ക് ദശക 59 വേണുഗാനം. അതുകൂടി വായിക്കാം കേട്ടോ. ത്വദ്പൂർണവകളായ കോമളം പ്രേമദാഹനമശേഷമോഹനം ബ്രഹ്മതത്വപരചിന്മുദാത്മകം ഈശസമ്മുഹുരന്വാഹം സ്ത്രീയഃ. അല്ലയോ ഭഗവാനെ, പുതുതായി വിടുന്ന കായാമ്പൂ പോലെ മനോഹരമായതും ഉത്തമമായ പ്രേമത്തെ വർദ്ധിപ്പിക്കുന്നതും സർവരെയും മോഹിപ്പിക്കുന്നതും സച്ചിദാനന്ദ സ്വരൂപമാകുന്നതുമായ അവിടുത്തെ രൂപം നാൾതോറും കണ്ട് ഗോപസ്ത്രീകൾ വല്ലാതെ മോഹിതരായി. മന്മദോന്മദിത മനസാ
മാനസാഹക്രമാത് ത്വതിലോകനരസാദസ്തതസ്തതഃ ഗോപികാസ്തവനസേഹിരേ ഹരേ കാനനോ ഭഗതി മഹ്യഹർമുഖേ. അല്ലയോ ഹരേ, കാമദേവനാൽ പീഡിതരായ മനസ്സുള്ളവരായി തീർന്ന ഗോപികമാർ എപ്പോഴും അവിടത്തെ കണ്ടുകൊണ്ടിരിക്കുന്നതിനാൽ രതിയുള്ളവരായി തീർന്നു. പ്രഭാതത്തിൽ ഗോക്കളെ മേയ്ക്കുവാനായി കാട്ടിലേക്കുള്ള അവിടുത്തെ യാത്ര പോലും അവർക്ക് വിരഹതാപത്താൽ അസഹനീയമായി തീർന്നു. അപ്പോൾ ഭഗവാനെ കുറിച്ച് ഓർത്തോർത്ത് അവരുടെ എന്താ പറയുക, അവരുടെ മനസ്സ് മൊത്തവും ഭഗവാനിലാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത്. നിർഗതേ ഭവതി ദത്തദൃഷ്ടയ സ്വദദ്ഗതേന മനസാ മൃഗേഷണഃ വേണുനാദമുപകർണ്യ ദൂരതാ സ്തുതിലാസകതയാഭിരേമിരേ. അവിടുന്ന് യാത്രയാകുമ്പോൾ മാനിനെ പോലെ മനോഹരങ്ങളായ തങ്ങളുടെ കണ്ണുകളാൽ ഗോപികമാർ അവിടത്തെ തന്നെ നോക്കി നിൽക്കുന്നവരായി. അങ്ങയിൽ ലയിച്ച മനസ്സോടെ ദൂരെ വേണുഗാനം കേൾക്കുമ്പോൾ അവിടുത്തെ ലീലാവിലാസങ്ങളെക്കുറിച്ച് പരസ്പരം പറഞ്ഞു രസിക്കുകയും ചെയ്തു. അപ്പോൾ ഭഗവാന്റെ ആ ലീലാവിലാസങ്ങളെ കുറിച്ച് അവര് ഭഗവാൻ ഇല്ലാത്ത സമയത്ത് ഭഗവാന്റെ ആ ലീലാവിലാസങ്ങളെ കുറിച്ച് പറഞ്ഞു രസിക്കുകയൊക്കെ ചെയ്യും. കാനനാന്തമിതവാൻ ഭവാനഭി സ്നിഗ്ധപാദപദലേ മനോരമേ വ്യതിയാകലിതപാദമസ്തിദഃ പ്രത്യപൂരയത വേണുനാളികാം. കാടിന്റെ ഉള്ളിലെത്തിയ അവിടുന്ന് സ്നിഗ്ധമായ മരച്ചുവട്ടിൽ കാലുകൾ പിണച്ചു നിന്നുകൊണ്ട് ഓടക്കുഴൽ ഊതി. അപ്പോൾ ഭഗവാൻ എവിടെയാ? ആ കാടിന്റെ ഉള്ളിൽ അവിടെ എന്താ പറയാ, സ്നിഗ്ധമായ മരച്ചുവട്ടിൽ നിന്നുകൊണ്ടിട്ട് കാലുകൾ ഇങ്ങനെ, അറിയാമല്ലോ ഭഗവാൻ ഇതേപോലെ കാലുകൾ ഇങ്ങനെ വെച്ചുകൊണ്ട് വേണുഗാനം ഊതുകയാണ്. മാരബാണതുദഖേ ചിരീകുലം നിർവികാര പശുപക്ഷി മണ്ഡലം ദ്രാവണം ച ദൃശതാമപി പ്രഭോ താവകം രജനി വേണുപൂജിതം. അല്ലയോ പ്രഭോ, അവിടുത്തെ വേണുനാദം ദിവ്യാംഗനമാരെ കാമപരവശരാക്കി തീർക്കുന്നതും പക്ഷി മൃഗാദികളെ നിശ്ചലരാക്കുന്നതും കല്ലിനെ പോലും അലിയിച്ചു കളയുന്നതുമായി തീർന്നു. അപ്പോൾ ഭഗവാന്റെ ആ വേണുനാദം കേട്ടിട്ട് ആരാണ് മയങ്ങാത്തത്? അപ്പോൾ ഭഗവാന്റെ ആ വേണുഗാനം കേട്ടിട്ട് ആ ഗോപസ്ത്രീകളും ഗോപികമാരും അതുപോലെ തന്നെ പക്ഷി മൃഗാദികളും എല്ലാവരും നിശ്ചലാകുകയാണ്. കല്ലിനെ പോലും അലിയിച്ചു കളയുകയാണ് ഭഗവാന്റെ ആ വേണുനാദം എന്ന് പറയുന്നത്. വേണുരന്ധ്രതരാങ്കുലീദളം താളസഞ്ചലിത പാദപല്ലവം തത്സിതം തവ പരോക്ഷപ്യഹോ തവ്വിസം വിചിന്യ മുഹൂർവ്രജാംഗനഃ. അവിടുത്തെ വേണുനാദം കേട്ട ഗോപസ്ത്രീകളാകട്ടെ ഓടക്കുഴൽ ദ്വാരങ്ങളിൽ പൂവിതൾ പോലെ മൃദുലമായ വിരലുകൾ ചലിപ്പിച്ചുകൊണ്ടും ഇളം തളിര് പോലെയുള്ള പാദങ്ങൾ താളത്തിനൊപ്പിച്ചു ചലിപ്പിച്ചുകൊണ്ടുമുള്ള അവിടുത്തെ രൂപം നേരിട്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും ആ രൂപം മനസ്സിൽ ചിന്തിച്ച് മോഹിച്ച് ആശ്ചര്യം. അപ്പോൾ ഭഗവാന്റെ ആ വേണുനാദം കേട്ടിട്ട് ഭഗവാനെ കാണുന്നില്ലെങ്കിലും ഭഗവാന്റെ ആ രൂപം മനസ്സിൽ ഇങ്ങനെ ഓർത്തിട്ട് അവര് ആ ഒരിതിൽ ലയിക്കുകയാണ്. നിർവിശങ്കഭവനംഗദർശിനീഹ കേജരീഹ കഗമൃഗാൻ പശൂനപി തത്പദപ്രണയികാനനം ചതാ ധന്യധന്യമിതി നന്വമാനയൻ. ഈ ഗോപസ്ത്രീകൾ അവിടുത്തെ തിരുവിടലിലെ അംഗങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ദേവസ്ത്രീകളെയും പക്ഷി മൃഗാദികളെയും ഗോക്കളെയും അവിടുത്തെ പാദങ്ങളെ ഇഷ്ടപ്പെടുന്ന കാനനത്തെയും എല്ലാം ഏറെ സുഹൃതമുള്ളവയാണെന്ന് കരുതി ബഹുമാനിച്ചു. അപ്പോൾ ഭഗവാന്റെ എന്താ പറയാ, ഭഗവാൻ ഗോപസ്ത്രീകൾ എന്താ ചെയ്യുന്ന അവിടുത്തെ തിരുവിടലിലെ അംഗങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ദേവസ്ത്രീകളെയും പക്ഷി മൃഗാദികളെയും ഗോക്കളെയും അവിടുത്തെ പാദങ്ങളെ ഇഷ്ടപ്പെടുന്ന കാനനത്തെയും എല്ലാം ഏറെ സുഹൃതമുള്ളവരായി കരുതുക. അങ്ങനെ എല്ലാവരെയും ഭഗവാന്റെ ഈ ഗാനം കേട്ട് ഈ വേണുനാദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഭാഗ്യമുള്ളവരായിട്ട് കാണുകയാണ്, സുഹൃതമുള്ളവരായിട്ട് ഗോപസ്ത്രീകൾ കാണുകയാണ്. ആബിബേയമദരാമൃതം കഥാ വേണുഭുക്തരസശേഷമേകദാഃ ദൂരതോ ബദകൃതം ദുരാശയേ സമാമുഹൻ. ഭഗവാൻ ചുണ്ടിൽ വച്ചിരിക്കുന്ന ആ ഓടക്കുഴൽ ഭുജിച്ച ശേഷം ശേഷിക്കുന്ന അമൃതത്തോടു കൂടിയ അതരത്തെ ഒരിക്കലെങ്കിലും എപ്പോഴാണ് എനിക്ക് പാനം ചെയ്യാനാവുക? ഈ ആശ സാധിക്കുന്ന കാര്യം കഷ്ടമാണ്. ദുരാശ കൊണ്ട് എന്താണ് കാര്യം എന്നിങ്ങനെ വിവശരായി ഈ ഗോപികമാർ
വീണ്ടും വീണ്ടും അവിടത്തെ മോഹിച്ചു. അപ്പോൾ ഭഗവാന്റെ ആ ചുണ്ട് കൊണ്ടാണല്ലോ ഭഗവാൻ ഈ എന്താ പറയാ ഭഗവാന്റെ ആ മനോഹരമായ ചുണ്ട് കൊണ്ടാണല്ലോ ഭഗവാൻ ഈ ഓടക്കുഴല് വായിക്കുന്നത്. അപ്പോൾ ഈ ഗോപികമാര് പറയണം ഭഗവാൻ ഈ ഓടക്കുഴല് വായിക്കുന്ന ഭഗവാന്റെ മനോഹരമായ ഈ ചുണ്ടുകൾ പാനം ചെയ്യുവാൻ എപ്പോഴാണ് ഈ ഗോപികമാർക്ക് ഭാഗ്യം കിട്ടുക എന്താ പറയാ അവർ ആഗ്രഹിക്കുകയാണ് മനസ്സിൽ. അപ്പൊ അങ്ങനെ ആഗ്രഹിച്ചിട്ടും കാര്യമൊന്നും ഇല്ല, അത് നടക്കാൻ പോണില്ല എന്നുള്ള രീതിയിലാണ് അവര് ആഗ്രഹിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഭഗവാനോടുള്ള ഭക്തി അത്രയും ഗോപികമാരുടെ ഭക്തി എന്ന് പറയുന്നത് അത്രയും വലുതാണ്. അതാണ് ഇവിടെ നമുക്ക് കാട്ടിത്തരുന്നത്. പ്രത്യഹം ച പുനരിദ്ധമംഗനാ ചിത്തയോ നിജജിതാനഗ്രഹാത് ബന്ധരാഗവിവശാസ്ത്വയി പ്രഭോ നിത്യമാ പുരിഹ കൃത്യം മൂഢതാം. അല്ലയോ പ്രഭോ, ഗോപസ്ത്രീകൾ ഇങ്ങനെ കാമദേവന്റെ അനുഗ്രഹത്താൽ എന്നും അവിടത്തെ മോഹിക്കുന്നവരായി മാറിയിട്ട് അവിടത്തോടുള്ള രതി മൂലം രാഗബന്ധിതരായി അവർ പ്രവൃത്തിയിൽ അലസരായി. അപ്പോൾ എന്താ പറയാ, ആ കാമദേവന്റെ ആ പ്രസരിപ്പ്, അത് എല്ലാവരിലും ആ കാമദേവന്റെ പ്രസരിപ്പ് വരുമല്ലോ. അപ്പൊ അത് വരുമ്പോഴാണ് അവർക്ക് ആ ഒരു പ്രേമം ഭഗവാനോടുള്ള ആ ഒരു ഇത് ജനിക്കുന്നത്. അപ്പൊ അത് ഇങ്ങനെ ജനിച്ചിട്ട് അവർ ആ രാഗബന്ധിതരായിട്ട് അവർ ചെയ്യുന്ന ആ പ്രവൃത്തികൾ പോലും അവർ അലസരായി മാറുകയാണ്. അപ്പൊ ഗോപികമാരങ്ങനെയാണ്. ഗോപികമാർ അവരുടെ വീടുകളിൽ ഇങ്ങനെ എന്താ പറയുക, വീടുകളിൽ അവർ വെണ്ണ കടയും അവരുടെ ജോലികളെല്ലാം ചെയ്യുന്നുണ്ടാവും. പക്ഷെ എപ്പോഴും അവരുടെ മനസ്സിൽ എപ്പോഴും ഭഗവാനെ കുറിച്ചുള്ള ചിന്തകളാണ്. ഭഗവാൻ എന്തായിരിക്കും ചെയ്യുന്ന, ഭഗവാൻ ഗോകുലത്തിൽ എന്തായിരിക്കും, ഭഗവാൻ ഇപ്പൊ എവിടെയായിരിക്കും, ആ ഭഗവാന്റെ ചിന്തയായിരിക്കും. അത് കഴിയുമ്പോൾ അവർ പെട്ടെന്ന് ജോലികളെല്ലാം തീർത്തിട്ട് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ഓടും. പിന്നീട് അവർക്ക് മറ്റു ലോകമൊന്നുമില്ല, അവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാനോടുള്ള ആ ഒരു പ്രേമഭക്തി മാത്രമേ ആ ഗോപികമാർക്കുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. രാഗസ്താവ ജാജ്ഞതേഹി സ്വഭാവാ മോക്ഷാപായോ യത്നതഃ സ്വന്നവാസ്യാദ താസാം ത്വേകം തദ്വയം ലബ്ധമാസീത് ഭാഗ്യം ഭാഗ്യം പാഹി മാം മാരുദേശാം. രാഗം സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. മോക്ഷാനന്ദകരമായ രാഗമാകട്ടെ പ്രയത്നിച്ചാൽ തന്നെയും ഉണ്ടായെന്നും ഇല്ലെന്നും വരാം. ഈ ഗോപികമാർക്ക് രണ്ടും ഒന്നിച്ച് കൈവന്നിരിക്കുന്നു. ഭാഗ്യം തന്നെ. അല്ലയോ ഗുരുവായൂരപ്പ, അടിയനെ രക്ഷിക്കണേ. അപ്പോൾ ഗോപികമാരുടെ ഈ എന്താ പറയാ, ഭക്തിയിൽ വെച്ച് ഏറ്റവും ഉന്നതമായിട്ടുള്ളതാണ് ഗോപി ഭക്തി എന്ന് പറയുന്നത്. ഗോപികമാരുടെ ആ ഭഗവാനോടുള്ള പ്രേമഭക്തി എന്ന് പറയുന്നത്. കാരണം അവര് മറ്റ് നമ്മൾ ഏത് ഋഷികളോ അല്ലെങ്കിൽ മറ്റുള്ളവർ ആരെടുത്താലും അവർക്ക് 24 മണിക്കൂറും ഭഗവാനെ കുറിച്ച് അവർ ചിന്തിക്കില്ല. പക്ഷെ ഗോപികമാർ, നമ്മൾ പോലും ഇപ്പം 24 മണിക്കൂറും ഭഗവാന്റെ ആ ചിന്തയില്ല. പക്ഷെ അവര് 24 മണിക്കൂർ അവരെപ്പോഴും അവർ ഒരു ജോലി ചെയ്യുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും കുളിക്കുമ്പോഴും എല്ലാ ടൈമിലും ആ ഭഗവാന്റെ ചിന്തയിലാണ്. അപ്പൊ അതാണ് ഗോപി ഭക്തി എന്ന് പറയുന്നത്. ഗോപികമാരുടെ ഭക്തി അതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള ഭക്തി. ഭഗവാനോടുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ള ഭക്തി ഉള്ളത് ഗോപികമാരുടെ ഭക്തിയാണ്, ഗോപി ഭക്തിയാണ്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള ഗോപികമാർക്ക് രണ്ടും ഒന്നിച്ച് കൈവന്നിരിക്കുന്നത്. അതായത് ഭഗവാനെ അടുത്ത് കാണാനും ഭഗവാനുമായിട്ട് ഇതിനുള്ള ഭാഗ്യവും ഭഗവാനെ എപ്പോഴും ഓർക്കാനുള്ള ഭാഗ്യവും ഭഗവാനിൽ അത്രയും അടുത്ത് നിൽക്കാനുള്ള ഭാഗ്യവും കൈവന്നിരിക്കുന്നത് ഗോപികമാർക്കാണ്. അപ്പൊ അങ്ങനെയുള്ള ഗോപികമാരുടെ ഭക്തിയാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള ഭക്തി എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള അല്ലയോ ഗുരുവായൂരപ്പ അടിയനെ രക്ഷിക്കണേ, അങ്ങനെയുള്ള ഗുരുവായൂരപ്പ അടിയനെ രക്ഷിക്കണേ എന്നാണ് ഇവിടെ പറയുന്നത്. ഹരേ കൃഷ്ണ. ജയ ശ്രീ രാധേ രാധേ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. രാധേ രാധേ ശ്യാം. അപ്പോൾ ഇന്നത്തെ ദശകം 59 വരെ ഞാൻ വായിച്ച് നിർത്തിയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം കേട്ടോ. നാനി അമ്പിളി ശ്രീകുമാർ, ഹായ്. അഭിരാമി, ദളപതി ഗേൾ, അജി, അമ്പാടി ഉണ്ണി, അഞ്ജലിയോ. കൃഷ്ണന്റെ അനുഗ്രഹം നല്ലപോലെ ഉണ്ടല്ലോ.
അതെല്ലാവർക്കും ഉണ്ടല്ലോ. മഹി മനീഷ്, ബിനു ബിനു, സോളോ പാസിയോ, ശ്രീജേഷ് കുമാർ, അനോണിമോസ്, ഇങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം. കാരണം അങ്ങനെ ഒരുപാട് പേരൊന്നും വരാറില്ലെങ്കിലും കുറച്ച് പേരെങ്കിലും വരുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ സന്തോഷം. അപ്പം എനിക്ക് പറയാനുള്ള വെച്ചാൽ എല്ലാവരും എന്താ വെച്ചാൽ ഒരുമിച്ച്, അതാണ് ഭഗവാനും പറയുന്നത്, ലോക സമസ്ത സുനോ ഭവന്തു എന്നാണ്. ഇപ്പം നമ്മളെക്കാട്ടിലും താഴ്ന്നു നിൽക്കുന്നവരെയാണെങ്കിൽ നമ്മൾ ഉയർത്തിക്കൊണ്ട് വരാനാണ് ശ്രമിക്കേണ്ടത്. അതാണ് ഭഗവാൻ പറയുന്നത്, പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഭഗവാന്റെ ആ ഒരു ഇത് കിട്ടുന്നത്, അനുഗ്രഹം കിട്ടുന്നത്, ഭഗവാന്റെ മക്കളാവുന്നത് അങ്ങനെ ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ തന്നെ വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഒരു പാർട്ടീനെ ഒരുപാട് താഴ്ത്തി പറഞ്ഞു. അതായത് BJP പാർട്ടീനെയാണ് താഴ്ത്തി പറയുന്നത്. അതിന് പല കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. പക്ഷെ അത് ആ പാർട്ടിയിൽ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്, അതാരും മനസ്സിലാക്കുന്നില്ല. എല്ലാവരും നെഗറ്റീവ്സ് മാത്രമാണ് പറഞ്ഞത്. നമ്മൾ എടുക്കുമ്പോൾ എല്ലാത്തിലും പോസിറ്റീവ്, ഏത് പാർട്ടിയിലായാലും ഏതിലായാലും നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ ഒരാളുടെ മാത്രം കുറ്റം കണ്ടുപിടിച്ച് ഒരു പാർട്ടിയുടെ മാത്രം നെഗറ്റീവ്സ് മാത്രം പറയരുത് എന്നുള്ളതാണ് എനിക്ക് പറയാം. ഇപ്പോൾ ഒരു പാർട്ടി ഈ വന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടം നമുക്ക് തന്നെയാണ്. ഇപ്പം നമ്മൾ BJP വരരുത് എന്ന് വിചാരിക്കുന്നെങ്കിൽ അതിൻ്റെ നഷ്ടം നമുക്ക് തന്നെയാണ്. കാരണം അതിൽ നമുക്ക് ഭാവിയിൽ നമുക്ക് അതിൽ ഓർത്ത് പശ്ചാത്തപിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് സത്യം. കാരണം അവർ എല്ലാവരുടെയും മനസ്സ് എന്താ പറയുക, മാറി മറിഞ്ഞിരിക്കുകയാണ്. അവർക്ക് ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് നല്ലത്, ഏതാണ് കൊള്ളാത്തത് എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. കാരണം അവരെ ടോട്ടലി കൺഫ്യൂസ്ഡ് ആക്കുകയാണ്. ഇപ്പം ഞാൻ പറയട്ടെ, BJP ആണെങ്കിൽ ഒരു പാർട്ടി വന്നതിന് ശേഷമാണ് നമുക്ക് ഒരുപാട് വികസനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ലവ് ജിഹാദ് പോലെയുള്ള മുസ്ലിംസിൻ്റെ ഇടയിലുള്ള സംഭവങ്ങൾ അവർ ഇല്ലാതാക്കി. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മുടെ കേരളത്തിനെ നമ്മുടെ മൊത്തത്തിൽ ടോട്ടലി നശിപ്പിക്കാവുന്ന അത്രയും വലിയൊരു വിങ്ങിനെയാണ് അവർ പൂട്ടിയത്, അവർ ഇല്ലാതാക്കിയത്. അതുപോലെ മുസ്ലിംസിൽ 2-3 കല്യാണം കഴിക്കുന്നവരെ മാറ്റി, അത് മുസ്ലിം സഹോദരികൾക്ക് ചെയ്ത ഒരു ഗുണമാണ്. അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ രാമക്ഷേത്രം വന്ന് അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് വേണ്ടി മോദി സർക്കാർ അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി BJP ചെയ്തു. പക്ഷെ അത് ആ ഒരു നല്ല കാര്യങ്ങളൊന്നും അവരന്ന് അപ്പോൾ പറയുന്നില്ല, എല്ലാം നെഗറ്റീവ്സ് മാത്രമാണ് പറയുന്നത്. അത് മറ്റു പാർട്ടികൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് നെഗറ്റീവ്സ് നമുക്ക് കാണാൻ കഴിയും. അത് എത്രയും നമ്മുടെ തന്നെ ഇതിലുള്ള കുട്ടികളെയാണ്, സിദ്ധാർത്ഥ്, വന്ദന, അതുപോലെ അഭിമന്യു, ഇതൊക്കെ നമ്മുടെ ഇതിലുള്ള കുട്ടികളാണ്. അവരെയൊക്കെ ഇല്ലാതാക്കി, കൊന്നുകളഞ്ഞു. അപ്പം അതൊക്കെ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ അതൊക്കെ ചെയ്ത് ഒരു ക്രൂരതയാണ്. അപ്പം ഞാൻ പറയുന്നത് ഈ നമ്മുടെ ഈ കേരളത്തിൽ ഈ 2 പാർട്ടികളും മാറി മാറി ഭരിച്ചു. കമ്മ്യൂണിസ്റ്റ് ഭരിച്ചു, കോൺഗ്രസ് മാറി ഭരിച്ചു. എന്നിട്ട് നമുക്ക് കോൺഗ്രസിൽ നിന്ന് അഴിമതിയും അങ്ങനെയുള്ള അക്രമങ്ങൾ ഇതൊക്കെ ആയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റിലായാലും ഇതുപോലുള്ള കൊലപാതകങ്ങൾ, ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇത് 2 മാറി മാറി ഭരിച്ചിട്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള ഗുണവും ഉണ്ടായിട്ടില്ല, അതാണ് സത്യം. അപ്പോൾ നമ്മൾ പുതിയൊരാൾക്കൊരു അവസരം കൊടുക്കുക, മനസ്സിലായില്ലേ? അപ്പോൾ പുതിയൊരു പാർട്ടി BJP വരുന്ന അവരുടെ ഭാഗത്ത് നെഗറ്റീവ്സ് ഇല്ല, അപ്പോൾ അവർക്കൊരു അവസരം നമ്മൾ കൊടുത്തു നോക്കുക. ഇങ്ങനെ ഈ 2 പാർട്ടിയിലും നെഗറ്റീവ്സ് ഉള്ള സ്ഥിതിക്ക് പുതിയൊരു പാർട്ടി വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ പാർട്ടി സംബന്ധമായിട്ട് പറയുന്ന ആളല്ല, പക്ഷേ എൻ്റെ ഒരു സത്യസന്ധമായിട്ടുള്ള അനുഭവം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇതിൻ്റെ പേരിൽ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ നാടിൻ്റെ സംരക്ഷണം, നമ്മുടെ നാടിൻ്റെ വികസനം, ഇതൊക്കെയാണ് നോക്കേണ്ടത്. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഹിന്ദുക്കൾക്ക് ഈ ഒരു ജാതി വ്യവസ്ഥ ഇല്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ അവർ പറയുന്നത് അവരുടെ പിന്നെ UDF തന്നെ കൊടുക്കണം, വോട്ട് കൊടുക്കണം എന്ന് പറയാം? അവരുടെ മനസ്സിൽ ആ ഒരു ജാതിക്കുത്ത് ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്, മനസ്സിലായോ? പക്ഷെ നമ്മുടെ മനസ്സിൽ ആ ഒരു ജാതിക്കുത്തില്ല. അത് മാത്രമല്ല, അവർക്ക് പണം ഉള്ളതുകൊണ്ട് എന്താ ചെയ്യുക, അവർ ഈ പറഞ്ഞ പോലെ പണവും കള്ളും കഞ്ചാവും പെണ്ണും എല്ലാം കൂട്ടിക്കൊടുത്ത് എന്ത് ചെയ്തിട്ട് വേണമെങ്കിലും അവർ BJP എന്നുള്ള വോട്ട് മറിച്ച് അവരുടെ പക്ഷത്തേക്ക് മാറ്റും. മനസ്സിലായി? ഇത് മനസ്സിലാക്കാതെ മണ്ടന്മാര് ലണ്ടനിൽ എന്ന് പറയുന്ന പോലെ മണ്ടന്മാരായിട്ടുള്ള നമ്മളെ ഹിന്ദുക്കൾ, മണ്ടന്മാരായിട്ടുള്ള നമ്മളെ കേരളത്തിലെ മനുഷ്യരാണ് അവരുടെ ഇതിലോട്ട് തിരിഞ്ഞ് മാറിപ്പോയിക്കൊണ്ട് വോട്ട് മാറിക്കുത്തുന്നത്.
ഒന്നെങ്കിൽ LDF UDF കുത്തി കൊടുക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് സത്യസന്ധമായിട്ടുള്ള ഭഗവാന്റെ ഇതിൽ വരുന്ന രാമക്ഷേത്രം വന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പം ഭഗവാന്റെ നാമത്തിൽ വരുന്ന ഒരേ ഒരു നല്ല ഒരു സത്യസന്ധമായിട്ടുള്ള പാർട്ടി ഇവരിൽ വെച്ച് തമ്മിൽ ഭേദം എന്ന് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ പേഴ്സണലി ആയിട്ടുള്ള ഇതാണ് BJP ആണ് ഏറ്റവും നല്ല പാർട്ടി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. BJP വരാൻ അവർ സമ്മതിക്കില്ലായിരിക്കാം, പക്ഷെ കേന്ദ്രം ഭരിക്കുന്ന എന്തായാലും BJP തന്നെ ആയിരിക്കും. അപ്പോൾ BJP അവർ സംരക്ഷണം കൊടുക്കും. ഇപ്പം തന്നെ ഓരോ സ്ഥലങ്ങളിലൊക്കെ തീവ്രവാദികൾ, ഓരോ പള്ളികൾ, ആയുധങ്ങൾ ഇതെല്ലാം അവർ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ UDF LDF ഒക്കെ വന്നാൽ അവർക്ക് അതൊക്കെ സപ്പോർട്ടായിരിക്കാം. പക്ഷേ നമ്മൾ സംരക്ഷിക്കാൻ BJP ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്രത്തിൽ മോദി സർക്കാർ ഉള്ളിടത്തോളം കാലം നമ്മളുടെ കേരളം സുരക്ഷിതരായിരിക്കും. അപ്പം അതുകൊണ്ട് എന്തായാലും ഈ ഹിന്ദുസത്തിലുള്ളവർ തന്നെയും കുറ്റപ്പെടുത്തി പറയുന്നത് കൊണ്ടാണ്. അതുപോലെ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് മീഡിയ കൊണ്ടിൽ ഒരു ഇതുപോലെ വോട്ടിൻ്റെ കാര്യം വന്ന് അത് നോക്കിയായിരുന്നു. അപ്പോൾ അതിൽ കുറേ കമൻസ് വരികയാണ്. അതിൽ എന്തൊക്കെ അറബിലൊക്കെ കുറേ എന്തൊക്കെയോ പറഞ്ഞു, അതുപോലെ കുറേ ചീത്ത വിളിച്ചിടുന്നു. BJPനെ കുറേ തരം താഴ്ന്ന, ഇങ്ങനെയും മുസ്ലിംസിൽ തരം താഴ്ന്നവരുണ്ടോ എന്നുള്ളത്. നല്ലവരും ഉണ്ട് അവരിൽ, പക്ഷെ എന്നാൽ ഇത്രയും തരം താഴ്ന്ന വർത്താനം, പച്ചത്തെറികളാണ് ഇത്രയും പബ്ലിക്കായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ മീഡിയ കൊണ്ടെന്ന് പറയുന്നൊരു ചാനലിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്രയും മ്ലേച്ഛമായിട്ടുള്ള വാക്കുകൾ പറയുന്ന ഇവരുടെ കയ്യിൽ നമ്മുടെ കേരളത്തെ കൊടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ളവരുടെ കയ്യിൽ നമ്മൾ കേരളത്തെ കൊടുത്തു കഴിഞ്ഞാൽ നാളെ നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? വോട്ട് കഴിഞ്ഞതേ ഉള്ളൂ, അതിനു മുമ്പേ ഇങ്ങനെ BJPനെ ഇത്രയും ഇതാക്കി പറയുന്ന, അല്ലെങ്കിൽ ഒരു പാർട്ടീനെ ഇത്രയും തരം താഴ്ന്ന രീതിയിൽ പച്ചത്തെറി വിളിച്ച് ഒരു കാര്യമില്ലാതെ പച്ച ചീത്ത വിളിച്ച് പറയുന്ന ഒരു പാർട്ടിക്ക് നമ്മൾ വിജയിച്ച് അവരുടെ കയ്യിൽ നമ്മുടെ കേരളത്തെ കൊടുത്തു കഴിഞ്ഞാൽ നാളെ നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി എന്താവും അറിയില്ല. പശ്ചാത്തപിക്കേണ്ടി വരും. ഈ വോട്ട് മാറിക്കുത്തിയ BJPക്ക് അല്ലാതെ നിങ്ങൾ മാറിക്കുത്തിയ എല്ലാ ഹിന്ദുക്കൾക്കും നാളെ ഒരു സമയത്ത് പശ്ചാത്തപിക്കേണ്ടി വരിക തന്നെ ചെയ്യും. പശ്ചാത്തപിക്കുന്ന ആ ഒരു ഘട്ടം നിങ്ങൾക്കുണ്ടാവും. നിങ്ങളുടെ കണ്ണിൽ നിന്ന് അത്രയും കണ്ണുനീരെന്ന് ഞാൻ പറയുന്നില്ല, അത്രയും ചോര വരുന്നൊരു സമയം നിങ്ങൾക്കുണ്ടാവും. കാരണം അങ്ങനെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിത് പാർട്ടി ബേസിൽ പറയുന്നതല്ല, എനിക്കങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നാളെ ഒരു സമയത്ത് BJP വന്നാൽ ഇവിടെ എന്താ ആണെന്ന് അറിയില്ല, പക്ഷെ BJP വന്നാൽ നല്ലത് നടക്കുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം വേറുള്ള നാടുകളിൽ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, അവിടെയൊക്കെ BJP വന്നപ്പോൾ അവിടെ എല്ലാം വികസനവും അതുപോലെ പാവങ്ങൾക്ക്, സാധാരണക്കാർക്കുള്ള സഹായങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിലുള്ള വികസനങ്ങൾ, റോഡായാലും എന്തായാലും വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുപോലെ വികസനങ്ങൾ നമ്മളെ കേരളത്തിൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് അങ്ങനെ ഒരു വികസനം നമുക്ക് ഉണ്ടാവുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. BJP അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ BJP വന്നില്ല എന്നുണ്ടെങ്കിലും, ഇനിയിപ്പോൾ ഇവരാണ് വരുന്നതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ ഭരണം ഇനിയും കാണുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ പഠിച്ചോളും. അത്രയേ ഉള്ളൂ എനിക്ക് പറയാം. കാരണം നിങ്ങൾ എത്ര വന്നാലും പഠിക്കാത്തവരാണ്. മണ്ടന്മാർ ലണ്ടനിൽ എന്ന് പറയുന്ന പോലെ മണ്ടന്മാർ കേരളത്തിലാണ്. എത്ര വന്നാലും പഠിക്കാത്തവരാണ്. കൂടുതലും അവർ ജാതി മതമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണ് ജനങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യുന്നവരാണ് ആരാണ്, ആ പാർട്ടിയുടെ കൂടെ നമ്മൾ നിൽക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മളവിടെ ജാതിയും മതവും വ്യവസ്ഥയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവർക്ക് ആ ജാതിക്കുത്തുണ്ട്, പക്ഷെ നമ്മൾക്കതില്ല. അതുകൊണ്ടാണ് അവർ നമ്മളെയും കൂടെ അവിടെ വലിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം അതിന് ഇവർ എന്താ പറയുക, മന്ദബുദ്ധികളായവർ അതിന് കൂട്ടു നിൽക്കുകയാണ്. മനസ്സിലായോ? അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ ഈ നാട്ടിൽ റീസെൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് അത്രയും വിഷമം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. കാരണം ഞാൻ ഈ വീഡിയോ കണ്ടിൽ ഇങ്ങനെ പോയപ്പോൾ BJPനെ ഇത്രയും തരം താഴ്ത്തി സംഖ്യകൾ അത് പോട്ടെ, അങ്ങനെ പറയുന്നത് കുഴപ്പമില്ല. പച്ചത്തെറി എന്ന് പറഞ്ഞാൽ പച്ചത്തെറി നമുക്ക് അത്രയും, ഈ മുസ്ലിംസ് ആണ് കൂടുതൽ എവിടെയൊക്കെയുള്ളതെന്ന് അറിയത്തില്ല, പക്ഷെ അവരിൽ നല്ലവരും ഉണ്ട്. പക്ഷെ ഇവരെന്ത് തീവ്രവാദികളാണോ, ഇനി ഇവിടെ വന്ന് തമ്പടിച്ചിരിക്കുന്ന തീവ്രവാദികളാണോ എന്നറിയില്ല. കുറേ പേര് അറബിലും ഒക്കെ കമന്റ് ഇടുന്നുണ്ടായിരുന്നു. അപ്പം അവർ അത്രയും പച്ചത്തെറിയാണ് വിളിച്ചത്. അത്രയും പച്ചത്തെറി വിളിച്ചത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ പ്രതികരിക്കാൻ കാരണം കേട്ടോ. ഒരു പാർട്ടിയിൽ നമ്മൾ അങ്ങനെ പച്ചത്തെറി, അവർക്ക് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവർക്കായാലും നമുക്കായാലും എല്ലാവർക്കായാലും മോദി സർക്കാർ വന്ന് നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നോട്ട് മാറി എന്ന് പറയുന്നത്, അത് നോട്ട് മാറിയില്ലെങ്കിൽ കള്ളനോട്ടുകൾ ഇവിടെ വരുമായിരുന്നു, അതുകൊണ്ടാണ് നോട്ട് മാറിയത്. അപ്പം ഏതൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ഇതുണ്ട്, നമ്മളപ്പോൾ പറയുന്നതിനൊരു ലോജിക്ക് വേണം, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഒരു പാർട്ടീനെ നമ്മൾ ഇത്രയും തരം താഴ്ത്തി പറയാൻ പാടില്ല. നമുക്ക് ചെയ്ത നന്മകൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അല്ലാതെ മറ്റേ പാർട്ടിയുടെ കയ്യിൽ നിന്ന് കള്ളും കഞ്ചാവും പെണ്ണും അവരുടെ കയ്യിൽ നിന്ന് പണവും സഹായങ്ങളും വാങ്ങിയിട്ട് അവർക്ക് പോയി വോട്ട് മാറി കുത്തിയിട്ട് അവരുടെ കൂടെ നിൽക്കുന്നതെന്ന് പറയുന്നത് വെറും ചെറ്റത്തരം എന്ന് തന്നെ അതിന് പറയാം.
അപ്പം അതിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മളായിട്ട് നിൽക്കുക. നമുക്കൊരു ഉറച്ചൊരു സ്റ്റാൻഡ് വേണം. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് അത് വിശ്വസിക്കുക. നമുക്ക് എന്തൊക്കെയാണ് സഹായങ്ങൾ കിട്ടിയിട്ടുള്ളത് അത് വിശ്വസിക്കുക. അതുപോലെ തന്നെ എനിക്ക് മറ്റു ഈ മുസ്ലിം പെൺകുട്ടികളോട് എനിക്ക് പറയാനുണ്ട്, നിങ്ങൾക്ക് സഹായം ചെയ്തതാണ് മോദി സർക്കാർ വന്ന് നിങ്ങൾക്ക് ഏറ്റവും വലിയ സഹായമാണ് ചെയ്തത്. ലവ് ജിഹാദ് നിർത്തലാക്കിയത്, നിങ്ങളുടെ ഹസ്ബൻഡ് 2ഉം 3ഉം വിവാഹം കഴിക്കുന്നത് നിർത്തലാക്കിയത്. ഇനിയിപ്പോൾ ഈ വേറെ ഒരു പാർട്ടിയാണ് വന്നിട്ടുണ്ടെങ്കിൽ അവർ ഇനിയും പോയി 2ഉം 3ഉം വിവാഹം കഴിക്കും. അപ്പം നിങ്ങൾക്കും കരയേണ്ടി വരും കുട്ടികളെ. അപ്പം ഈ പെൺകുട്ടികൾക്കും കഴിയേണ്ടി വരും. അപ്പം കുറേ പെൺകുട്ടികൾ നമുക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ വേറെ അല്ലാതെ കുറേ നല്ലവരും ഉണ്ട്. അപ്പം എല്ലാത്തിലും ഉണ്ട് നല്ലവരും കൊള്ളാത്തവരും. അപ്പം നിങ്ങൾ ഇനിയെങ്കിലും ബുദ്ധിപരം, കുറച്ചെങ്കിലും തിങ്കിങ് പവർ ഉണ്ടെങ്കിൽ, കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ബുദ്ധിപരം ഇനി മനസ്സിലാക്കുക. കാരണം എല്ലാം ഇപ്പോൾ ഓൾറെഡി അവരുടെ കയ്യിലായി കഴിഞ്ഞു. നമ്മളിത് അതുകൊണ്ടല്ല പറയുന്നത്, എല്ലാവരും ഒരുപോലെ നല്ലപോലെ സന്തോഷത്തോടെ പോകണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് പറയുന്നത്. ഇനി നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് സഹായം വാങ്ങിയെന്ന് തന്നെ ഇരിക്കട്ടെ, നമ്മൾ നമ്മുടെ സ്റ്റാൻഡ് മനസ്സിൽ എപ്പോഴും വിചാരിക്കുക, ഇവർ നമ്മളെ ചതിക്കാനാണ് വരുന്നത്. ഇവർ നമുക്ക് വാഗ്ദാനങ്ങൾ തന്ന് അല്ലെങ്കിൽ നമുക്ക് പണം തന്ന് നമ്മളെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ പക്ഷം ചേർക്കാൻ നോക്കുന്നത് അവരുടെ ഉള്ളിൽ നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ല, അവർക്ക് നമ്മളെക്കാട്ടിൽ ഉയർന്നു വരാൻ വേണ്ടിയിട്ട്, നമ്മളെ അടിച്ചു താഴ്ത്തി അടിമയാക്കി ഇടാൻ വേണ്ടിയിട്ടുള്ള അവരുടെ തന്ത്രമാണ് ഇത് എന്നുള്ള മനസ്സിലാക്കാനുള്ള ബുദ്ധി, അത് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് വേണം. നിങ്ങൾ അവരുടെ നിന്ന് പണം വാങ്ങിക്കോളൂ, നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് മദ്യം വാങ്ങിച്ചോളൂ, ഇതാണ് ഞാൻ പറയുന്നത്. പക്ഷെ അത് മദ്യത്തിനും എല്ലാത്തിനും എതിരാണ് നമ്മൾ. പക്ഷെ നിങ്ങൾ വാങ്ങിച്ചോളൂ, പക്ഷെ അവരുടെ ഉള്ളിലെ ചതി നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വാങ്ങിക്കുക, നിങ്ങൾക്കൊരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സുഹൃത്തുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ നിന്നോളൂ. പക്ഷെ അവരുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അത് നമ്മൾ മനസ്സിലാക്കാനുള്ള ആ ഒരു കോമൺ സെൻസ്, ആ ഒരു ബുദ്ധി നിങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് ഒരു ഇത് തന്ന് കർണന്റെ അവസ്ഥ നിങ്ങൾക്ക് വരരുത്. മനസ്സിലായോ? കർണൻ എന്താണ് ചെയ്തത്? അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അവരുടെ കൂടെ, അപ്പോഴും ഭഗവാൻ പറയുകയാണ്, നീ വരൂ, നിനക്ക് ഞാൻ നന്മ തരാം, നീ നമ്മുടെ കൂടെ നിൽക്കൂ, നിനക്ക് വിജയം ഉറപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് കൂടി അത് കേൾക്കാതെ അവരുടെ കൂടെ പോയിട്ടാണ് അവസാനം കർണൻ അങ്ങനെ ഒരു ഗതി വന്നത്. മനസ്സിലായോ? അതുപോലെയുള്ള ഒരു ഗതി നിങ്ങൾ ആരെന്നും സഹായം വാങ്ങാതിരിക്കുക. നമുക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടിയില്ല, ജോലിയിൽ നിന്ന് നിങ്ങളെ പറഞ്ഞു വിട്ടു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, നിങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്ത് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി ജീവിക്കാൻ നോക്കുക. അല്ലാതെ അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പൈസ വാങ്ങിയിട്ട് നമ്മുടെ അവരുടെ പക്ഷത്തോട്ട് പോയി നമ്മൾ അവരുടെ അടിമയാവേണ്ട ആവശ്യമില്ല. ആരും നമ്മൾ അടിമകളല്ല. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് കുറച്ചൊരു സ്റ്റാൻഡ് വേണം, നിങ്ങൾക്ക് കുറച്ച് ഒരു ബുദ്ധി വേണം, ഒരു സ്റ്റാൻഡ് വേണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മനസ്സിലായോ? ഇത് വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്. ഇനി ഇതിൻ്റെ പേരിൽ എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, അതിലൊന്നും ഞാനൊന്നും കാര്യമാക്കുന്നില്ല. എനിക്കും ഉണ്ട് ഇഷ്ടം പോലെ സുഹൃത്തുക്കൾ എന്നോട് സംസാരിക്കാറുണ്ട്. എനിക്ക് അവരെ എല്ലാം അറിയാം. ഞാൻ അവരോട് സംസാരിക്കാറുണ്ട്, സ്നേഹമായിട്ട് പെരുമാറാറുണ്ട്. അതിൽ നല്ലവരുണ്ട്, കൊള്ളാത്തവരുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി പോവുക. അത്രേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും കർണനാവാൻ ഇഷ്ടമല്ല, എനിക്ക് അർജുനനാവാനാണ് ഇഷ്ടം. ഞാൻ ഭഗവാന്റെ കൂടെയാണ്, അപ്പോൾ ഞാൻ സത്യത്തിൻ്റെ കൂടെയാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നിങ്ങളോടും കൂടി ഞാൻ പറയുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ.